ചെന്നത് അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത്രയുള്ളൂ. ഞാൻ ചെന്നു, സാറേ നമസ്കാരം, ഞാൻ ജോർജ് സാറിനെ നമസ്കാരം സാറേ എന്ന് പറഞ്ഞപ്പോൾ താൻ മോഹൻലാലാണോ എന്നോട് ആദ്യം ചോദിച്ചു ചോദ്യം. താൻ മോഹൻലാലാണോ എന്നോട് ചോദിച്ചു. ഒന്നും പറയാതെ അപ്പം നമ്മൾ ജനം ഒരു കാര്യം ചെയ്യണം, വലോനൊക്കെ അങ്ങനെയൊക്കെ ഇറക്കി അതൊന്നും നമ്മൾ കാണണം. നമുക്ക് തിയേറ്ററിൽ പോകുന്നൊരു തീരുമാനം എടുത്താൽ മതി. അപ്പോൾ അവരുടെ ബിസിനസ് അങ്ങ് കൂട്ടും. കോഴിക്ക് വില കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോഴി തിന്നാതിരുന്നാണ്, കോഴിക്ക് വില കുറയും അല്ലേ? ആ സമയത്താണ് നമ്മുടെ കലാഭവമണിയുടെ മരണം നടക്കുന്നത്. അപ്പോൾ ഒരു 1.5 കൊല്ലം 1.25 കൊല്ലം വീട്ടിൽ വെറുതെ ഇതുപോലെ താടി വളർത്തിക്കൊണ്ട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നീ തന്നെ ആടാവെന്ന് പറഞ്ഞ് ചൂണ്ടുണ്ട്. അപ്പം ആ ചൂണ്ടങ്ങ് ചൂണ്ടി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇപ്പം പൊളിച്ചോണ്ടിരിക്കുക അല്ലേ? പക്ഷെ 3 പേരുള്ള എൻ്റെ നേരെയും കൂടെ ചൂണ്ടിയേക്കണം അല്ല. എനിക്കും കിട്ടിയ അതിൻ്റെ പോസിറ്റീവ്. അതിൽ പിന്നെ ഈ ഇരിക്കുന്ന നേരം വരെ ഇരിക്കാൻ സമയം കിട്ടിയില്ല. ഇന്ദ്രൻ ചേട്ടനും ജാഫ്രിക്കും ഇല്ലാണ്ട് ഈ പടം തൃപ്തിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ട പണ്ട് തുണി തയ്ക്കാനായിട്ട് വന്ന ഇന്ദ്രൻ ചേട്ടൻ ഇപ്പം ആ ഇന്ദ്രൻ ചേട്ടനാരാ? ഇവിടെ കുറേ നടന്മാരൊക്കെ അയാളൊക്കെ ഏതൊക്കെ രാജ്യത്ത് നിന്നിട്ട് എന്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കണം അല്ലേ? സൂക്ഷിക്കണോടാ, അവിടെ ഇച്ചിരി ഏരിയ നീ ശ്രദ്ധിക്കണോടാ. ഞങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ പുള്ളി അതൊക്കെ പറയുള്ളൂ, അല്ലാതെ ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് വളിച്ച കോമഡിയും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ ബഹുമാനവും ആ സ്നേഹവും ആ പരിഗണനയും കൊടുത്താൽ തിരിച്ചും തരുന്നവരാണ് അവരെ. ഞാൻ തരുമൊന്നുമില്ല. അതെ, ഇന്ദ്രൻ ചേട്ടനായിരിക്കും. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വെൽക്കം. യു വാച്ചിങ് മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറയുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ സ്വന്തം ജാഫറൊക്കെ ഉണ്ട് നമ്മളോടൊപ്പം, ഡയറക്ടറായിട്ടുള്ള റഷീദൊക്കെ ഉണ്ട്, ആൻഡ് ദി ആക്ട്രസ് അഖിലയുണ്ട്. 3 പേർക്കും വെൽക്കം. താങ്ക് യു. അതെ, ഇതിന്റെ ടൈറ്റിൽ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി നമ്മളൊക്കെ കൊണ്ടുവരും. കാരണം ഷിനിഗാമി, ഇപ്പം ഞാനൊരു ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കും എന്താണ് ഷിനിഗാമി എന്ന് അന്വേഷിച്ച് പോയി ഞാൻ എത്തിയത് അങ്ങ് ജപ്പാനിലാണ്. അവിടെ കാലൻ എന്നുള്ള അർത്ഥമാണ് എന്നാണ് എൻ്റെ അടുത്ത് ഇന്റർനെറ്റ് പറഞ്ഞു തന്നത്. അത് തന്നെയാണോ അപ്പൊ സംഭവം? അതിനകത്ത് ഇന്ദ്രൻ ചേട്ടന്റെ കാലിനായിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മൊത്തം ഒരു ഫാന്റസി എലമെന്റ് ആണോ? നമുക്ക് ഡയറക്ടറോ ജാഫ്രിക്ക പറയും. ഓക്കെ, അപ്പൊ റഷീദിക്ക പറയും. രണ്ടും ഉണ്ട്, ജീവിതവും ഉണ്ട്, കുറച്ച് ഫാന്റസിയും ഉണ്ട്. ഒരു ആത്മാവും കാലനും തമ്മിലുള്ള, നമ്മൾ പലതവണ പല രീതിയിൽ കേട്ടിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. നമ്മുടെ നാട്ടിലെ കാലന് സമയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു യുദ്ധസ്ഥലത്തേക്ക് പോയിരിക്കുന്നത് കൊണ്ട് ജപ്പാനിൽ നിന്ന് അത്യാവശ്യമായിട്ടൊരു കാലൻ വന്നു. ജപ്പാൻ എന്നുള്ള ഓക്കെ, ആ ജപ്പാൻ എന്നുള്ള കാലിലായിട്ടാണോ അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ? കാരണം കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിലെ കാലനും ആ കാലനും കൂടി സഹകരിച്ചിട്ടായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു പരിചയം ഉള്ളത് കൊണ്ട് അത്യാവശ്യം ചില കാര്യങ്ങളിലേക്ക് വിളിച്ചതാണ് ഈ സാധു കാലനെ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒറിജിനൽ കാലനല്ല, കുറച്ച് കാലത്തേക്ക് വേണ്ടി വന്നൊരു കാലനാണ്. ഒരു സാധുവായിട്ടുള്ള ഒരു കാലൻ, നടക്കുന്ന കാലൻ. മറ്റേ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ഒത്തിരി പേര് ഒരുമിച്ച് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ചെറിയ ചെറിയ ചീള് ഇങ്ങനെയൊക്കെയാണ് വന്നേക്കണത്. അപ്പൊ എന്തായിരിക്കും സിനിമ കണ്ട് തന്നെ അറിയാല്ലേ? ഒന്നുമേ മനസ്സിലാകുന്നില്ല, ഒന്നുമേ പുരിയല്ലേ? ഓക്കെ, അപ്പം അഗൈൻ ഇതിന്റെ ടൈറ്റിലെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്തു. ഇതിലെ കുട്ടനായിട്ടുള്ളത് നമ്മുടെ ജാഫ്രിക്കയാണ്. ശരിക്കും ജാഫ്രിക്ക ഇക്കാന്റെ ഒക്കെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ സൈഡ് റോൾസും കോമഡി റോൾസും പിന്നെ മെയിൻ ക്യാരക്ടർ റോൾസ് ചെയ്ത് ഇപ്പതാ ടൈറ്റിൽ റോള് വരെ എത്തിക്കുകയാണ്. എനിക്ക് ആക്ച്വലി അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന സക്സസ് അധികം നാളും നിൽക്കില്ല, എന്നാൽ പയ്യെ നമ്മുടെ ലൈഫിലേക്ക് കിട്ടുന്ന സക്സസ് നമ്മുടെ ഒപ്പം എന്നും ഉണ്ടാകുന്നതാണ്. ശരിയല്ലേ? അപ്പം എന്താണ് ഈ ഒരു ആ ഒരു ജേർണിനെ പറ്റിയിട്ട് പറയൂ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ റോളിൽ ഒരു പടം ചെയ്തിട്ടിരിക്കുമ്പോൾ, പ്രൊമോഷൻസ് ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് പറയൂ. ആ കണ്ണടയൊക്കെ എടുത്ത് വെച്ച് വേണേൽ പറഞ്ഞോ. കണ്ണടയൊക്കെ എപ്പോഴും കൊണ്ടു നടക്കണതാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളായിട്ടൊന്നും പറയുന്നതല്ലോ. ഇപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നിട്ട് എന്നെ വെച്ചിട്ടൊരു പടം എഴുതണം, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ. അപ്പം ഇദ്ദേഹം ഈ ഡയറക്ടറുടെ മനസ്സിൽ തോന്നി. അപ്പം അതിന് ചിലപ്പോൾ പ്രൊഡ്യൂസർ പറയും, നമുക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലപ്പോൾ എൻ്റെ കഥാപാത്രം വേറെ വലിയ നടനായിരിക്കും. അപ്പോൾ പ്രൊഡ്യൂസറുമായിട്ട് ആലോചിച്ചു, നമുക്ക് അത്രയും പൈസ ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ എന്നെ അങ്ങനെ ക്ഷണിച്ചായിരിക്കാം, ഇങ്ങനെ അല്ല കേട്ടോ ഞാൻ പറയട്ടെ. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാണ് എനിക്ക് എൻ്റെ ധാരണ. പിന്നെ ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യനോട് ഞാൻ ഒരു ചാൻസ് ചോദിച്ചിട്ടുള്ള ഒരൊറ്റ ആളോടുള്ള കലാഭവൻ റഹ്മാൻ എന്ന് പറയുന്ന ഒരു പഴയ നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് മാത്രമേ എൻ്റെ ജീവിതത്തിലെ ഒരു ചാൻസ് ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാഭവനിലേക്ക് ഞാൻ ചെല്ലാൻ കാരണം, ഞാൻ അബീക്കാരുടെ ട്രൂപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുക.
ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബീക്കാർഡ് ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കാൻ പറ്റാതെ പുള്ളി പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെട്ടല്ല, ഇങ്ങനെ അത്ര അറ്റാച്ച്മെൻ്റ് അല്ല. 2 കൊല്ലം ഞാൻ ആ വീട്ടിലല്ലായിരുന്നു. അന്ന് ഷെയ്നൊരു 4.5 വയസ്സാണ്. അപ്പോൾ അവിടുന്ന് പുള്ളി എനിക്കും മാനസികമായിട്ട് പുള്ളിക്ക് ഒരു മനസ്സ് വന്നപ്പം ഞാൻ പിന്നെ ഒരു സഹായത്തിന് പോയതാണ്. ഞാൻ പുള്ളിയുടെ പരിപാടി അറ്റൻഡ് പൂനെയിലേക്കൊന്ന് പോയി. കുറേ സൗണ്ട് സിസ്റ്റം, ഞാൻ സൗണ്ട് സിസ്റ്റം ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അതിനകത്ത് സീമാജി നായർ, കോട്ടയം നസീർ, കലാഭവൻ റഹ്മാനൊക്കെ, മാമുക്കോയൊക്കെ, മാളച്ചേട്ടൻ, കൽപ്പന ചേച്ചി, ഇവർക്കെല്ലാം അഡ്വാൻസ് കൊടുത്ത് കൊണ്ടുപോകണേനെ. അപ്പോൾ അവർ ദുബൈയിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞ് പൂനെയിൽ വരുമ്പോൾ ഞാൻ പൂനെയിലേക്ക് ട്രെയിനിൽ സൗണ്ട് സിസ്റ്റം ഇവിടെ എല്ലാം പിക്ക് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ ചെയ്തപ്പോൾ അത് അബീക്ക അറിഞ്ഞു ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ ഞാൻ ഈ റഹ്മാനക്കാട് ട്രൂപ്പിൽ 5-6 വർഷം വർക്ക് ചെയ്താ. അപ്പോൾ എനിക്ക് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു നുണ പറഞ്ഞു. ഞാൻ എൻ്റെ പോർഷനൊക്കെ ഞാൻ കൂത്താട്ടോളം അയത്തില്ല, മറ്റേ ദൃശ്യത്തിലെ കള്ളനായിട്ട് അഭിനയിക്കണേ അവനെ ഞാൻ പഠിപ്പിച്ചെല്ലാം വെച്ചാണ്. ഞാൻ ആ നശിപ്പിക്കാൻ നിന്നില്ല. എൻ്റെ പോർഷൻ ഡ്രാമയാണ്, കോമഡി ഡ്രാമ ചെയ്യുക. അപ്പോൾ അത് അവനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചെല്ലാം ശരിയാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടെ അറിഞ്ഞപ്പം അത്രയും മാനസികമായിട്ട് വീട്ടിൽ എനിക്കൊരു റൂം, അതിൻ്റെ പുറകിലൊരു ഷെഡും എൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. അവിടെ എനിക്കൊരു ബെഡൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് തന്ന ആൾക്ക് പെട്ടെന്നൊരു ഫീലിംഗ് ആയിരിക്കും. പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും മോശമായി. ഞാനും അവിടെ നിന്നത് അങ്ങനെയാണ്. ഞാനും അവരെല്ലാവരും കണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ ഇപ്പോഴും അത് നിൽക്കും കേട്ടോ. ഇപ്പോഴും പിന്നെ ഞാനും സുനീതാനും പിള്ളേരൊക്കെ വിളിക്കും, സൈനിയും വിളിക്കും, അങ്ങനെ നിൽക്കുക. അപ്പം അന്നേരം ആ ബുദ്ധിമുട്ടിൽ പെട്ടെന്ന് എനിക്ക് എന്നെ ട്രൂപ്പിൽ വേണ്ട, ഇനി വിളിക്കൂലായിരിക്കും എന്നുള്ള രീതിയിൽ അന്നേരം ഒരു ആളോട് ചാൻസ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂപ്പിൽ കളിച്ചാൽ മതി. പിറ്റേ ദിവസം ഞാൻ കലാഭവനിൽ കയറി. അങ്ങനെ ഒരു ചാൻസേ ചോദിച്ചോളൂ. ഞാൻ സിനിമയിൽ ഒരു ചാൻസ് ചോദിച്ചിട്ടില്ല, ഞാൻ ഒരു സീരിയലിൽ ചാൻസ് ചോദിച്ചിട്ടില്ല, ഞാൻ വേറൊരു മിമിക്രി ട്രൂപ്പിൽ ചാൻസ് ചോദിച്ചിട്ടില്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചത് ഈ റഹ്മാനക്കാരുടെ. റഹ്മാനൊക്കെ അത് സാധിച്ചു നിന്നു. ആ കടപ്പാട് എന്നും അങ്ങനെ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഞാനിങ്ങനെ മിമിക്രിയിലൂടെ വന്ന് സീരിയലിൽ വന്ന് സിനിമയിലായി അങ്ങ് വന്ന് കുറേ സിനിമ അങ്ങ് ചെയ്തു. ആ സിനിമയിലെല്ലാം കോമഡിയും അതും ഇതൊക്കെ ആയിട്ട് ചിലപ്പോൾ ഡയലോഗില്ലാത്ത വേഷങ്ങളൊക്കെ ഉണ്ട്, ചെറിയ വേഷമൊക്കെ ചെയ്ത് വന്ന് മഹേഷിൻ്റെ പ്രകാരം ദിലീഷ് പോത്തിനും ശ്യാമുഷ്കറുമായിട്ട് എന്നോട് സംസാരിച്ച് ഇതാന്ന് പറഞ്ഞിട്ടൊരു വേഷം തന്നു. ആ വേഷം ചെയ്ത് ഏതാണ്ട് അറിയാമല്ലോ, ഇവിടെ ഇവിടെ ചെന്ന് കുമ്പളപ്പം നിന്നോട് നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന അത് മാത്രമല്ല എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്നറിയോ, സന്തോഷമുള്ളൂ അല്ലേ, സന്തോഷമുള്ളൂ. ആ പടം ഇറങ്ങി എനിക്ക് അവിടെ നിന്ന് ഇവിടുന്ന് വിളിയൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ കലാഭവമണിയുടെ മരണം നടക്കുന്നത്. അപ്പോൾ ഒരു 1.5 കൊല്ലം 1.25 കൊല്ലം ഞാൻ വീട്ടിൽ വെറുതെ ഇതുപോലെ താടിയും വളർത്തിക്കൊണ്ടിരുന്നു. അതൊരു ഭയങ്കര ഡൗൺഫോൾ ആയിരുന്നു. അല്ല, അതൊരു ഡൗൺഫോൾ. അത് 9 കൊല്ലമായില്ലേ. എൻ്റെ മോള് ചോദിച്ചാൽ അതിൻ്റെ ആ വിഷണികാമി പോകും. അപ്പം ആ സംഭവത്തിൽ നിൽക്കുമ്പം സ്വർണ്ണക്കടുവ എന്ന് പറഞ്ഞൊരു പടത്തിന് ആൾക്കാർ വിളിക്കാൻ വന്നു. നേരത്തെ പറഞ്ഞിരിക്കുന്ന അപ്പം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ദാസേട്ടൻ മരിച്ചു അങ്ങേരും കൂടെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ അതിന് അറ്റൻഡ് ചെയ്തില്ല. സ്വർണ്ണക്കട എൻ്റെ വീടിൻ്റെ അടുത്ത ലൊക്കേഷൻ, ഇടുക്കി തൊടുപുഴ. അതിന് പോയില്ല. പിന്നെ പെണ്ണുമ്പിള്ള ചുമ്മാ തമാശയ്ക്കുള്ള ചെയ്തില്ല. പെണ്ണുമ്പിള്ളയ്ക്ക് അന്നൊരു കടയുണ്ട്, തത്തമ്മ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. അപ്പോൾ ചുമ്മാ പെണ്ണുമ്പിള്ള പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി, അരിയൊക്കെ തീർന്നോട്ടെന്ന് ചുമ്മാ പറഞ്ഞു. അങ്ങനെ ആ തോപ്പിൽ ജോപ്പൻ നടക്കുന്ന സമയത്ത് ഞാൻ ചെന്നെല്ലാം മേക്കപ്പൊക്കെ ഇട്ടിരുന്നു, ഇതൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ മാറിയിരിക്കുക. അപ്പം വന്ന് എന്നോട് മിണ്ടണ്ടയോ എന്നൊക്കെയുള്ള ചില ആളുകളൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും പറയാം, ഞാൻ അവിടെ നിന്ന് ഫസ്റ്റ് വന്നതിനോട് കാരനേക്കാ സുഖമാണെന്ന് വെച്ചാൽ സോഹൻലാൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തിൻ്റെ എപ്പോഴാണ് വന്ന് സുഖമാണെന്ന് ഒരു സമാധാനത്തോട് ചോദിച്ചു. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോട്ടത്തിലൊക്കെ എനിക്ക് എന്തൊക്കെ തോന്നുന്നു, എനിക്ക് തോന്നിക്കണായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ മാറിയിരുന്ന് ആ ചായ വേണമെന്ന് പ്രൊഡക്ഷനിലൊരു പയ്യൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ വേണ്ട ചായ കുടിച്ചു. കോസ്റ്റ്യൂമൊക്കെ ഇട്ടിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ടൊരു ടെമ്പോ ട്രാവലറിൻ്റെ മറവിലിങ്ങനെ ഇരിക്കുക, അങ്ങനെ മറവിലിരിക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിലെ വഴി കാണാം, മെയിൻ വഴി. കാഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലം, കാഞ്ഞാർ തൊടുപുഴ. മമ്മൂക്കുള്ള പടമുള്ള ജോളിയാൻഡി സാറിൻ്റെ പടമുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിന്നു. ഇത് ആരാന്നറിയാൻ വേണ്ടി ഞാൻ തലയിട്ട് നോക്കാം. കറക്റ്റ് രഞ്ജി പണിക്കരി സാർ ഇറങ്ങി വന്നു. സാർ ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് കണ്ടത്, ഇത്ര കുറേ അകലത്തിൽ നിന്നാണ് കണ്ടത്. എന്നോട് പറഞ്ഞു, ഓ എടാ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചില്ലടാ എന്ന് പറഞ്ഞ് ഈ കാര്യം എടുത്തിട്ടു പുള്ളി എന്നോട് ചോദിച്ചാൽ സ്നേഹമായിട്ട് എനിക്കങ്ങൊരു വിറയും കയറി, എനിക്ക് വല്ലാതെയായി. ഞാൻ അതിൽ നിന്ന് പയ്യെ വന്ന് ഇല്ല സാറേ അതൊക്കെ അങ്ങനെ എന്താ പറയുക, അന്ന് അവിടെ ഇരിക്കുക, ഞാൻ ഇപ്പം മേക്കപ്പ് ചെയ്തിട്ട് വരാം എന്നിട്ട് പുള്ളി മേക്കപ്പ് ഒരു വീടിൻ്റെ തിണ്ണയായിരുന്നു, ഒരു വീടിൻ്റെ തിണ്ണ. ഞാൻ വന്നിട്ട് പിന്നെയും ഇവിടെ ഇരുന്നിട്ടിപ്പോൾ ഭയങ്കര ഒച്ചപ്പാട് കേൾക്കാം. ഈ 6-ൻ്റെ അക്കരെ, 6-ലെ കാഞ്ഞാറ് പുഴ തൊടുപുഴ 6,
അതിൻ്റെ അക്കരയിലേക്ക് ആൾക്കാരൊക്കെ നോക്കി, അത് നമ്മുടെ ബാദുഷ കൺട്രോളർ വരെ ഇങ്ങനെ അങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയ. ഞാൻ നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് അക്കരയിൽ നിന്ന്. എൻ്റെ ഉദ്ദേശം കറക്റ്റാണെങ്കിൽ മമ്മൂക്കയുടെ കാരവാൻ ഫസ്റ്റ് വന്നത് ആ ലൊക്കേഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കാരവാൻ വന്നതിൻ്റെ ഒരു ബഹളം ഉണ്ടായി. അപ്പോൾ അതെനിക്ക് വേറെ റൂട്ടായിപ്പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കുട്ടൻ്റെ ഷിനിഗാമി ചെയ്യുന്ന ആ പ്രൊഡ്യൂസർ അഷ്റഫ് പ്ലാക്കൽ, അദ്ദേഹത്തിൻ്റെ പടമാണ് ഈ കലാപവും മണി പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ഷൂട്ട് ചെയ്ത പടം. ഇറങ്ങിയ പടം വേറെയാണ് ലാസ്റ്റ് പടം. പക്ഷേ ഈ മൂന്നാം നാളെന്ന് പറയുന്നത് അതിനകത്ത് അഷ്റഫ് പ്ലാക്കൽ വില്ലനും മണി നായകനുമാണ്. അപ്പോൾ ആ കാരവാനും ഇതും ഇവിടെ കാരവാനിൽ എന്നെ കയറ്റുണ്ടായിരുന്നുള്ളൂ. അവിടെ കാരവാനിൽ വിളിക്കും പുള്ളി, എന്തെങ്കിലും ഒക്കെ ഇതെടുത്ത് ചെയ്യുന്ന പറയും എന്നെ കയറ്റിയത്. അപ്പോൾ ഈ കാരവാൻകാരൻ അന്ന് നമ്മളൊന്നും കാരവാനിൽ ഇല്ലല്ലോ, നമുക്കൊന്നും കാരവാനില്ല. അപ്പോൾ പുള്ളിക്കൊരു സ്വന്തമായിട്ടുണ്ട് ടെമ്പോ ട്രാവലർ. അപ്പോൾ അതിനകത്ത് അതും ഇതും ഒക്കെ ആയിട്ട് ക്ലബ്ബായി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ മൊബൈൽ ഓഫ് ചെയ്തിട്ട് എൻ്റെ വണ്ടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ വൈഫ് അവിടെ വന്നിട്ട് ഈ മുറ്റമൊക്കെ എന്തോ തൂത്തോണ്ടിരിക്കുക. അപ്പം ഞാൻ കയറി പോകണപ്പോൾ അവൾക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട്, മിണ്ടിയില്ല. ഞാൻ നേരെ എന്നിട്ട് പാലോന്ന് പറഞ്ഞിട്ട് കുറ്റിയിട്ടിട്ട് അവിടെ കിടന്ന് പാലോട്ട് കിടന്ന് ഉറങ്ങി, ഓഫ് ചെയ്ത് വെച്ചു. വൈകുന്നേരം 6:30 ഇപ്പോൾ ഫോൺ നോക്കിയപ്പോൾ ഒരു 36 മാത്യൂസ്, ഇപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സുരേഷ് ചേട്ടനെ വെച്ചിട്ട് പടം ചെയ്യാൻ പോണേ. ഒറ്റക്കൊമ്പനല്ല, ഒരു ആനയുടെ കഥ. ആ പുള്ളിയും ബാദുഷായും വിളിച്ച് വല്ലാതെ ഞാൻ പടം അഭിനയിച്ചില്ല. അങ്ങനെ ആ 2 പടവും വിട്ടിട്ട് ഇരിക്കുമ്പോഴാണ് ദൈവത്തിന് തുല്യമായി എനിക്ക് ഒരാൾ, നാദിർഷ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എന്നെ വിളിച്ചു. കട്ടപ്പനയിൽ ഋത്തിക് റോഷനിൽ വിളിച്ചു. അപ്പം ഞാൻ അതിനകത്ത് ഡയലോഗ് പറയുന്നുണ്ട്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നീ തന്നെ ആടാവെന്ന് പറഞ്ഞ് ചൂണ്ടുണ്ട്. അപ്പം ആ ചൂണ്ടങ്ങ് ചൂണ്ടി വിഷ്ണുവിൻ്റെ കൃഷ്ണൻ ഇപ്പം പൊളിച്ചോണ്ടിരിക്കുക അല്ലേ. പക്ഷെ 3 പേരുള്ള എൻ്റെ നേരെയും കൂടെ ചൂണ്ടിയേക്കണം അല്ല. ഇങ്ങനെ ചൂണ്ടിയപ്പോൾ ഇങ്ങോട്ടും തിരിച്ചു വന്നു. എനിക്കും കിട്ടിയ അതിൻ്റെ പോസിറ്റീവ്. അതിൽ പിന്നെ ഈ ഇരിക്കുന്ന നേരം വരെ ഇരിക്കാൻ സമയം കിട്ടിയില്ല. അടിപൊളി. അങ്ങനെ തന്നെ പോട്ടെ പറയാണ്. എന്തായാലും ഭയങ്കര സന്തോഷം അങ്ങനെ പോകുന്ന കാണുമ്പോൾ. അപ്പം എന്തായാലും ഇപ്പം കുട്ടനായിട്ടാണ് ഇതിനകത്ത്, കുട്ടേട്ടനായിട്ടാണ് എന്നുള്ളത് ടൈറ്റിൽ റോളിൽ തന്നെ നമുക്കറിയാം. അപ്പൊ സെപ്റ്റംബർ 20 അല്ലേ സിനിമ ഇറങ്ങുന്നത്. അപ്പം കുട്ടേട്ടന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം തിയേറ്ററിൽ പോയിട്ട് കാണാം. ഇനി കമ്മിങ് ടു നമ്മുടെ അഖില നാഥ്. അഖിലേനെ ആക്ച്വലി ഈ ഒരു ഗെറ്റപ്പിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. ഇവിടെ മന്ദാകിനിയിലെ സിമിയാണ് ഗൈസ്, ഇലവീഴ പൂഞ്ചയിലെ സൗബിക്കാന്റെ ഭാര്യയാണ്. ഇത് എന്താണ് ഈ ഹെയർ കട്ടിന്റെ പുറകിലുള്ള ഒരു രഹസ്യം? അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല, ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. അല്ല ഇത്രയും നല്ല മുടി ഉണ്ടായിരുന്ന ആളല്ലേ, ആ മുടി പോയപ്പോ വിഷമം എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആരാണെന്ന് നായികനെ കൊണ്ടുവരാന്നും പറഞ്ഞ് നോക്കിയപ്പോ വേറെ ആള്. ഇല്ല, ആർക്കും മനസ്സിലായില്ല. ഞാനും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കുട്ടന്റെ ഷിനിഗാമി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യണേ. അതിനുശേഷമാണ് മന്ദാകിനി ഇറങ്ങുന്നതും സമാധാന പുസ്തകം ഇറങ്ങുന്നതും ഇപ്പൊ നമ്മുടെ പടം കുട്ടന്റെ ഷിനിഗാമി ഇറങ്ങാൻ പോകുന്നത്. അപ്പം എന്നെ ബേസിക്കലി ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ആർക്കും അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് മന്ദാകിനി ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം റെക്കഗ്നീഷൻ ഉണ്ട്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു സീനില്ലേ സിമി അല്ലേ അത് ഭയങ്കരമായിട്ട് കുറെ കട്ട്സ് പോയിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ സീൻ തന്നെ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പോയിട്ടുണ്ട്. അത് റെക്കഗ്നീഷൻ നേടി തന്നൊരു മൂവിയായിരുന്നു. പക്ഷെ എന്നെ ഫേസിൽ കാണുമ്പോൾ മനസ്സിലാവില്ല ആർക്കും. എന്നെ നേരിട്ട് കാണും. അത് ഇപ്പൊ തുടങ്ങിയതല്ല. ഞാൻ ആദ്യം ചെയ്യുന്ന പടം നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ലീഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു, വെള്ളം മാലിക, അങ്ങനെയൊക്കെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ സ്ക്രീൻ ഫേസ് ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കണം എന്നെ അങ്ങനെ ആർക്കും മനസ്സിലാവാറില്ല. അത് മാത്രമല്ല സ്ക്രീനിൽ വരുമ്പോ എപ്പോഴും ഭയങ്കര ശാലീന സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് വരാറ്. ഇപ്പൊ ഇതിലായ കൂടി തന്നെ അങ്ങനത്തെ ഒരു വേഷമാണ് നമ്മൾ കാണുന്നത്. സോ ടെൽ us about your character. ഇതിനകത്ത് ഹസ്ബൻഡിനെ ഭയങ്കര സ്നേഹിക്കുന്ന കുട്ടേട്ടനാണ് ലൈഫ്. കുട്ടേട്ടനും മോളും ആണ് ലൈഫ്. എന്നാ അടി ഉണ്ടാക്കാൻ പോവും, പ്രശ്നം ഉണ്ടാക്കാൻ പോവും, എന്നാലും അവര് തമ്മിലുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു ബോണ്ട് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് വർക്കായിട്ടുണ്ട്. അതാണ് അതിൽ നമുക്കൊരു പാട്ടും കൂടെ ഇറങ്ങാണ്ട്, മറ്റൊന്നും ഇറങ്ങും. അപ്പൊ ആ പാട്ടും കൂടെ കാണുമ്പോൾ മനസ്സിലാവും. അത് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് ഇവര് തമ്മിലുള്ളത്. പിന്നെ അവരുടെ ഇഷ്ടം, അവരുടെ സ്നേഹം, പിന്നെ ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു കഥയാണ്. ഇവരെ ചുറ്റിപ്പറ്റി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ജെന്യുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പാട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിനകത്തൊക്കെ അഷ്റഫ് കെയുടെ കുറെ സീക്വൻസസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജോലിക്ക് പറഞ്ഞു വിടുന്ന ആളാ, പക്ഷെ പോയിട്ടേ ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന സീക്വൻസസ് ഒക്കെ ഉണ്ട്. അത്രയും കണക്ഷൻ ആയിട്ടുള്ള കുറച്ച് ബോണ്ടിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മൂവിയാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറും ഇത് തന്നെ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഭർത്താവിനോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു
നാട്ടിൻപുറത്തുകാരി ഒരു വീട്ടമ്മ. ഒരു വീട്ടമ്മയായിട്ടാണ്. ജാഫ്രിക്ക് ഇന്ദ്രൻസേട്ടനൊക്കെ ഒത്തിരി പടങ്ങളിലും അല്ലാതെ സ്റ്റേജ് ഷോസിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതായിരിക്കും ത്രൂ ഔട്ട് ദ ഇയേഴ്സ്. ഇത്രയും വർഷങ്ങളായിട്ട് അറിയുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ സീനിയർ ആർട്ടിസ്റ്റുകളിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതും നല്ല നല്ല വേഷങ്ങളും ചെയ്യുന്ന 2 നടന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം ആ ഒരു ഗ്രോത്ത് പരസ്പരം ഒരുമിച്ച് കണ്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിനിമ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ കരിയറിന്റെ ഒരു സക്സസ്സിൽ നിൽക്കുമ്പോൾ അത് വളരെ ഒരു മനസ്സിന് തന്നെ ഒരു മധുരം തരുന്ന ഒരു കാര്യമല്ലേ? അയ്യോ മധുരമല്ല അതിനകത്തെന്ന് പറഞ്ഞാൽ, മധുരം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പഞ്ചാര കളിക്കാൻ മധുരമാകും, പക്ഷെ അതിൽ കൂടുതൽ നല്ല മധുരം. അത് ഇരട്ടി മധുരമില്ലേ, ഇരട്ടി മധുരം. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് വേറൊരു പടത്തിൻ്റെ കഥ പറയാൻ വന്നു കഴിയുമ്പോഴത്തേക്കും ആ റൈറ്ററോട് പറഞ്ഞൊരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കി, എനിക്ക് ഫീലും ചെയ്തു. എടാ ജാഫറേ, അവർ വന്ന് എന്നോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ വേഷം ചെയ്തോളാം, ഇത് അവൻ ചെയ്താലേ അവനെ അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാനത് ചെയ്താലെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങേര് പറഞ്ഞു കളഞ്ഞു. സത്യമായിട്ട് എനിക്ക് വല്ലാതെ ഇതായിപ്പോൾ. അങ്ങനെ ഇന്ദ്രൻസേട്ടൻ ആരാ, നമ്മളാരാ മോനെ? അത് ഇന്ദ്രൻസേട്ടൻ്റെ മോളോ തന്നെ പറഞ്ഞു, ചുമ്മാ നമ്മൾ പറയുന്നതല്ലോ. നമ്മൾ കണ്ട പണ്ട് തുണി തയ്ക്കാനായിട്ട് വന്ന ഇന്ദ്രൻസേട്ടൻ ഇപ്പോൾ ആ ഇന്ദ്രൻസേട്ടനാരാ? ഇവിടെ കുറെ നടന്മാരൊക്കെ അയാളൊക്കെ ഏതൊക്കെ രാജ്യത്ത് നിന്നിട്ട് എന്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് അല്ലേ ഇല്ലേ? അപ്പം അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ പോയി. അങ്ങനെ എന്ത് സപ്പോർട്ടാണെന്നല്ലേടാ അത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ സൂക്ഷിക്കണോടാ, അവിടെ ഇച്ചിരി ഏരിയ നീ ശ്രദ്ധിക്കണോടാ എന്നൊക്കെ പറയും. ഞങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ പുള്ളി അതൊക്കെയാ പറയുള്ളൂ, അല്ലാതെ ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് വളിച്ച കോമഡിയും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അല്ല, ഇവര് പരസ്പരം അത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പടത്തിൽ അവര് അതിനനുസരിച്ച് വളരെ ഗൗരവത്തിൽ തന്നെയാണ് സമീപിച്ചിരിക്കുന്നത്. കോമഡി രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിലും പരസ്പരം ഉള്ളില് നമ്മളെ രണ്ടുപേരും സെലക്ട് ചെയ്തിരിക്കുന്നത് വെറുതെ ആവരുത്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നും ആ ഒരു അവർക്കുള്ളൊരു സ്പേസ് അവർക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം ഞാൻ മനസ്സിൽ കണ്ടത് ഇവര് മാനത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഹംബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ഈ അടുത്തിടയ്ക്കല്ലേ അദ്ദേഹം പരീക്ഷയൊക്കെ എഴുതി 7ഓ 8ഓ അല്ലേ പരീക്ഷയൊക്കെ എഴുതി എടുത്തത്. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് ആണോ? 10ാം ക്ലാസ് നമ്മളെ അദ്ദേഹത്തിന് അല്ലെ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമല്ലോ. അവരുടെയൊക്കെ വ്യക്തിത്വം അങ്ങനെയാണ്. അവർ വളർന്നു വന്ന ഘട്ടങ്ങളും ഒരുപാട് തരണം ചെയ്തിട്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ബഹുമാനവും ആ സ്നേഹവും ആ പരിഗണനയും കൊടുത്താൽ തിരിച്ചും തരുന്നവരാണ് അവരൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു അതെ അല്ല, കാര്യം തമാശ കളിക്കുകയാണെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന അറിയാലോ, അതുവരെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ആള് പെട്ടെന്നാണ് മാറുക. എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ജാഫർക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളിരുന്ന് മന്ദാകിനി ഫാമിലി ആയിട്ട് കാണുക. അപ്പൊ എന്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, ജാഫറുടെക്ക് ഒരു വേഷം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. അതായത് ഞാൻ ഇത് പറയാം, കുടിച്ചിട്ടൊരു ആക്ഷൻ കറക്റ്റ് ഞാൻ കൊറേ അങ്കന്മാര് കാണിക്കുന്ന സംസാരത്തിന് ഇടന്നല്ലേ അങ്ങനെ ഞാൻ എന്റെ അതാണല്ലേ. അത് ചിലപ്പോ ഇവരെ തൊണ്ട കാറും. ഇവര് വർത്താനം പറഞ്ഞ് അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. ഒരാവശ്യമില്ല കല്യാണത്തിനിടയ്ക്ക് ഈ കൊച്ചുമില്ല അടിയും മേടിച്ച് കൊങ്ങായിക്ക് പിടിച്ച് ഞെക്ക് മേടിച്ച് വണ്ടിയെ കയറ്റിയിട്ട് തള്ളി അതീ കിടന്ന് ചവിട്ടണ്. അതെ അതെ, ആ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ സ്പോട്ടിലൊക്കെ എടുത്തിടാറുണ്ട്. ജാഫർക്ക് എന്താ ചെയ്യാൻ പോണേ? ജാഫർക്ക് ഒരു ഐഡിയ പറഞ്ഞിട്ട് ബാക്കി നമ്മള് എക്സ്പെക്ട് ചെയ്തോളാം. സ്ക്രിപ്റ്റ് അല്ല, നമ്മള് പറയുന്നല്ലോ അത്. അതായത് അത് ഈ പറഞ്ഞ പോലെ ഒറ്റ ഷോട്ടാ സാറേ, ഒറ്റ ഷോട്ടിലാ പോണേ, ഒറ്റ ഷോട്ടിൽ പോകുന്നൊരു സാധനം അത്. അത് പറഞ്ഞു, അതിന്റെ കണ്ടന്റിങ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുട്ടിയകലില്ലേ, കുട്ടിയകൽ എത്ര പാവം ആ പറഞ്ഞത് അവൻ നല്ല മെനയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഇതുണ്ട്. അവൻ എത്ര അടിയും ചവിട്ടുവന്നെ മേടിച്ചെന്നറിയോ. അതെന്നാന്നറിയാ, റീടേക്ക് കുറെ പോയി. ഞങ്ങളിവിടെ ഒപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. പക്ഷെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും, ചിലപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഡെസ്കും അറിയൂല. അവൻ അടിയും മേടിച്ചു 7-8 അടിയും കൊണ്ട്. അപ്പം അങ്ങനെ അത് ചെന്ന് പറക്കി ഇവരുടെ ഒക്കെ അടുത്ത് സംസാരിച്ച് ഒന്ന് അടി കൊണ്ടുപോയി. അത് സ്ക്രിപ്റ്റിനൊരു ചെറിയൊരു ലൈൻ തന്നില്ല, നമ്മളത് മൊത്തത്തിൽ ലാൽ ജോസാറൊക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചാൽ ഒറ്റ പോക്കം പോയി. അങ്ങനെയായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ ഒരു സംഭവം കാണാനായിട്ട്. നല്ല പടവാ. കീ കൊടുത്തിട്ട് പോകുന്ന പോലെ അല്ലാതെ വളരെ ഫ്രീ ആയിട്ട് എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലേ അവർക്ക് അഭിനയിക്കുന്നതിനോട് ഒരു സുഖം ഉണ്ടാവല്ലോ. കള്ളൂടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റേജിലൊക്കെ കള്ളൂടിയന്മാരെ കണ്ടിട്ടുണ്ട് ഇല്ലേ? പ്രശാന്ത് പുന്നപ്ര മനോഹരമായിട്ട് കള്ളൂടി ചെയ്യായിരുന്നു.
പിന്നെ അജീഷ് കോട്ടയം അതിനുശേഷം വന്നു, പിന്നെ ഇവരെ നെൽസൺ അവരൊക്കെ വന്നു. നെസ്ലൻ ചേട്ടനൊക്കെ പക്ഷെ നമ്മൾ ആ സ്റ്റേജിലെ കള്ളുകൂടിന് ഒരിക്കലും നമ്മൾ പടത്തിൽ പറ്റില്ല. പടത്തിലത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞ കള്ളുകൂടിയൻ അങ്ങനെ കാണിക്കൂ. സ്റ്റേജിൽ കിടന്നിട്ട് അവർ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓഡിയൻസിന് കാണാൻ വേണ്ടി വയറിട്ട് കുലുക്കോ, ഇവിടെ ഈ കെട്ടി, ഇവിടെ ഈ കെട്ടില്ലേ മുണ്ട് മടുക്കുത്തിട്ട്, പിന്നെ അത്ര ഒരു കള്ളു കുടിച്ച് പൂസായി പോയാൽ റിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചുമ്മാ ഒന്ന് നോക്കി കണ്ടിട്ട് ചെയ്തു. അങ്ങനെയല്ല, എന്നിലും ഞാൻ ചെയ്തതിലും വലുതാ ഒറിജിനൽ കള്ളുകൂടിയൻ. അങ്ങനെയല്ല. ജാഫർക്ക് ഇതേപോലെ സ്പോട്ട് ഇംപ്രവൈസേഷന്റെ ആശ എന്ന് പറയുന്ന പോലത്തെ ഡയറക്ടർ ആരാണ്? ജസ്റ്റ് കാര്യം പറയും, പിന്നെ ആക്ടേഴ്സിന്റെ കയ്യിലേക്കാണ് സംഭവം അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ആരായിരിക്കും? എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം. നമുക്ക് ആദ്യം തന്നെ ഒരു സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സമാനം തരിക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. മനസ്സമാനം, അതായത് ഏതെങ്കിലും സൈഡിൽ നിന്ന് നമ്മൾ ഒരു ചായ ചോദിക്കുന്ന ആ ബോയ് ആ ചായക്ക് ചേട്ടാ ഇപ്പം തരാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി. ചിലപ്പോൾ ആ പയ്യൻ ചിലപ്പോൾ ഇച്ചിരി എവിടെയെങ്കിലും എന്തെങ്കിലും കുറിച്ച് ഇച്ചിരി പ്രശ്നമായിട്ട് ആരെങ്കിലും ചീത്ത വിളിച്ചിട്ട് ഇരിക്കുമായിരിക്കും ആരെങ്കിലും. അന്നേരം പറയണേ നമ്മൾ മോനെ ഒരു ചായ എന്നാണ്, ചേട്ടാ ഇപ്പം തരാം ചേട്ടാ, അത് ചേട്ടാ നമ്മളുടെ ചായ കൊണ്ടതിനാകെ അവിടെ നിന്ന് തൊട്ടങ്ങ് തുടങ്ങിയാൽ ഒരു കലാകാരനൊരു സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡയറക്ടർ, പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അതിൻ്റെ ക്രൂസ് എല്ലാവരും നമുക്ക് സമാധാനമായിട്ട് നമുക്കൊരു ഫ്രീഡം തന്നു കഴിഞ്ഞാൽ ആ പടത്തിന് വലിയ ക്ഷീണം ഉണ്ടാവില്ല. ഞാൻ ഡയറക്ടറാണ്, ഞാൻ 200 പടം ചെയ്തു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഈ മുഖം ചൊളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ചെയ്താലും ശരിയായില്ല. ഞാൻ ജോർജ് സാറിൻ്റെ പടം ചെയ്തതാണ് അല്ലേ, റോബിൻ ഹുഡ് കണ്ടിട്ടുണ്ടോ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ തന്നെ കാർ ഓടിച്ചു വരിക. ഞാൻ നേരം വെളുത്ത് വന്നിട്ട് നമ്മുടെ ഈ തമ്മനത്ത് വന്നിട്ട് അവിടെ ഗേറ്റ് അടച്ചു. ഗേറ്റ് അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഐഷാ റോഡ് വഴിയാടി തിരിച്ചിവിടെ കയറി വന്ന് പൂമ്പാറ്റയിലെ ഷൂട്ട്. സേതോടൂരായിരുന്നു എൻ്റെ, ആ ചേട്ടനായിരുന്നു എൻ്റെ കൺട്രോളർ. ഞാൻ ചെന്ന് അപ്പോൾ എന്നെ അടൂർ ഇങ്ങനെ വിളിയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിവിടെ എത്തിയോട്ടെ, ഞാൻ തന്നെത്താനെ ഓടിച്ചുകൊണ്ട് തന്നെ, എനിക്ക് ഡ്രൈവറില്ലായിരുന്നു, ഞാൻ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഓടിച്ചു വരുന്ന. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഗേറ്റ് അടിച്ച് ഞാൻ ഐഷാ റോഡ് വഴിയാടി തമ്മനത്തി ആടി ഞാൻ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ പൂമ്പാറ്റയിൽ ചെന്നു. പൂമ്പാറ്റയിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ജോഷി സാറ് ഫ്രണ്ടിൽ പൂമ്പാറ്റയുടെ തിണ്ണേ നിൽക്കുന്നു, ഈ പിന്നെ സേതുകൂടിയായിട്ട് നിൽക്കുന്നു, എല്ലാ ക്രൂസും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ ചെന്നിട്ട് ഷൂട്ട് തുടങ്ങാൻ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചാണ്. നരൻ, പൃഥ്വി അവരുടെ കോമ്പിനേഷനാണ്. അപ്പം ചെന്നത് അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത്രേ ഉള്ളൂ. ഞാൻ ചെന്നു, സാറേ നമസ്കാരം, ഞാൻ ജോഷി സാറിനെ നേരിട്ട് കണ്ടിട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. നമസ്കാരം സാറേ എന്ന് പറഞ്ഞപ്പോൾ താൻ മോഹൻലാലാണോ എന്നോട് ആദ്യം ചോദിച്ചു ചോദ്യം. താൻ മോഹൻലാലാണോ എന്നോട് ചോദിച്ചു. അല്ല സാറേ ഞാൻ ജാഫർ എന്നാണ് എൻ്റെ പേര്. ഒന്നും പറയാതെ കയറിപ്പോയി. അപ്പം സേതുച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചെന്നു, എനിക്കിപ്പോൾ ഇത് ഇറങ്ങി വന്നിട്ട് എനിക്ക് അന്നേരം ഒരു മനസ്സിലൊരു ജോഷി സാറിൻ്റെ ഒക്കെ പടം, പിന്നെ മനസ്സിൽ തീ കത്തുക. വലിയ പടമൊന്നും ചെയ്തില്ല അന്നേരം. വല്ലാതെ വല്ലതും പറയൂ, എന്നെ പറഞ്ഞ് ഇത് ശരിയാകുമെന്ന് പറഞ്ഞു പോകും, എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോകുന്നു ചോദിച്ചു. അപ്പം എനിക്ക് ചിലപ്പോൾ ദൈവാധീനമായിട്ട് ദൈവം തന്നായിരിക്കും. എനിക്ക് അങ്ങേര് ലാസ്റ്റ് പോകാൻ നേരത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ പിടിച്ചേച്ച് സിനിമയാണ് ചൂടിച്ച് കറക്റ്റ് സമയത്തൊക്കെ ചെല്ലണം കേട്ടോ, നന്നായിട്ടുണ്ട് ചെയ്തതെന്ന് പറഞ്ഞ് തട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അങ്ങേര് എന്നെ അതിനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് നോട്ട് ഔട്ട് ആ പടത്തിൽ വിളിക്കാൻ തന്നെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ നടന്മാർ ലോട്ടറി വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ലോട്ടറി ടിക്കറ്റ് ആ ടിക്കറ്റ് വയ്ക്കുന്ന നേരത്ത് എല്ലാവരും ഓരോ ടിക്കറ്റ്, ഇപ്പം സുരേഷ് കൃഷ്ണ സാർ അവരൊക്കെ ഓരോ കുറ്റിയൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് എനിക്ക് 2 മതി, ഞാനെങ്ങനെ എമ്പിക്കട്ടെ, എനിക്ക് 2 മതി, ഞാൻ ഒരു 2 കുറ്റിയും കന്നെന്ന് പറയും. സിബി മലയിൽ സാറുണ്ട്, ജോലി സാറുണ്ട്. ഞാൻ 2 കുറ്റി മേടിച്ചപ്പോൾ ഇതൊന്നും വിറ്റ് പോകുള്ളൂ, ഇത്രയൊക്കെ മേടിച്ചോണ്ട് ഇന്നാരാന്ന് പറയും. ഞാൻ നേരെ ചെന്നിട്ട് വണ്ടിയിൽ പോവല്ലേ, വണ്ടിയിൽ എൻ്റെ സ്ക്രീനും വെച്ചിട്ട് മറ്റുള്ളവർ ജോലി സാറും അവരെല്ലാം ഞങ്ങളെ ഫോളോ ചെയ്യുന്നു. ഞങ്ങൾ 3-4 പേര് വണ്ടിയിൽ നിന്നിട്ട് പാട്ടൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ ആ തേവരെ ചെന്നിട്ട് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് അറിയാം. എനിക്ക് 10 കൊല്ലം ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. ഞാൻ ആ ഓട്ടോറിക്ഷക്കാരെ പുള്ളിയുടെ മോനെ ഒന്നും വിളിക്കും, എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സിനിമ കൊണ്ടിടാം ഒരെണ്ണം എടുക്കുന്നു പറഞ്ഞ് അവിടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് ഞാൻ ആ 2 കുറ്റി തീർത്തിട്ട് ഇത് ഇങ്ങനെ നോക്കിക്കുക. ഇങ്ങനെ നോക്കിയാൽ 2 കുറ്റി ഞാൻ 15 മിനിറ്റ് കൊണ്ട് വിറ്റ് തീർത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഈ റോബിൻ ഹുഡ്. ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞില്ലേ നടനല്ലേ? ഞാൻ അന്ന് വലിയ നടനെ പറ്റിയാണ്. അത് തന്നെ നടന്മാരുടെ പരിപാടിയല്ലേ, നടനും ഡയറക്ടറും എല്ലാം കൂടി അല്ലേ നടന്മാരുടെ ടിക്കറ്റ് വിൽക്കണേ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആ പോർഷനിൽ ഞാൻ 2 കുറ്റി ടിക്കറ്റ് വിറ്റ്. ഈ വിറ്റ് കഴിഞ്ഞിട്ട് അന്നേരം ആ ഇതിലാണ് നമ്മളൊക്കെ അതിന് സെലക്ഷൻ കിട്ടണേ. ആ പോയപ്പോൾ ആ പറച്ചിലും ആ പിടിക്കലിലും എന്നോട് ആ മോഹൻലാലാണോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണോ
എന്നൊക്കെയായിരിക്കും എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പേര് ജാഫർ എന്നാന്ന് പറയുമ്പോഴത്തേനും പോയി. അപ്പോഴാണല്ലോ ഉണ്ടായേ. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയത് ഒരു കൊതുകിൻ്റെ ബാറ്റ്മെൻറ്റില്ലേ, ആ ബാറ്റാണ് എൻ്റെ ദൈവം മെമ്മറാണ്. ആ ബാറ്റ് കിട്ടിയിട്ട് അസോസിയേറ്റ് വന്നിട്ട് പറയും ഇത് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിക്കണം എന്ന് പറയും. അപ്പം ഞാൻ അവിടെ ഒരു മിമിക്രി അങ്ങ് ഇറങ്ങി. ഇല്ലേ, കണ്ടില്ലേ? ഞാൻ ഈ ബാറ്റിട്ടിട്ട് ഈ ബാറ്റ് ഷട്ടിലാക്കി. ഷട്ടിൽ കളിക്കൂലേ, അതിന്റെ ഇടയിൽ കൊച്ചിനെ പറ്റി എന്തൊക്കെയോ അത് പറയാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഇടുന്നുണ്ട്. അദ്ദേഹം സീരിയസ് സെൻറ്റി ആണെങ്കിൽ അദ്ദേഹം കരയും. കോമഡിയാണ് ജയതിച്ചാനൊക്കെ കോമഡി ചെയ്യുമ്പോൾ തന്നെ ചിരിച്ചോണ്ട് CCTV എടുത്തേറ്റ് പോകും ചിരിച്ചിട്ട്. അങ്ങനെ അദ്ദേഹം ഇത് ചെയ്തു. എന്നിട്ട് ഞാൻ പറയണേ, അപ്പം നാരായണ കയറി വരും. എന്താണോ ഇത്? കൊതുക് ബാഡ്മിൻ്റൺ. ഇത് ഞങ്ങൾ കൊച്ചിക്കാരെ ഒരു 6 മണി തൊട്ട് 7 മണി വരെ എല്ലാ വീട്ടിലും ഇങ്ങനെയായിട്ട് കാണിക്കുന്ന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം. അവിടെ നിന്നൊരു പ്ലസിന് കയറി. പിന്നെ എന്നെ അഴിച്ചുവിട്ടേക്കാറ് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വന്നെ. അപ്പം അങ്ങനെ ഈ ആദ്യത്തെ സഞ്ചാരത്തിലൊക്കെ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ലതും പറഞ്ഞിട്ടുണ്ട് ചിലവർ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമാധാനമായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ എനിക്കവിടെ സമാധാനക്കാരോട് തോന്നിയപ്പം ആ ഫസ്റ്റിൽ ഇതില്ലേ, അതിനകത്ത് എനിക്ക് ആദ്യം സീനിൽ തന്നെ എനിക്ക് സമ്മാനം കിട്ടി. അപ്പോൾ ഒരു ആക്ടർക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് ഈ പടത്തിൽ ഇങ്ങനെ തന്നു. അതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു മാക്സിമം കൊടുത്ത് പെർഫോം ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്.